ധ്യായേത് വിസ്തൃതഫലദീപ്തവദനം ഗൗരോജ്വലശ്മശ്രുകം കാരുണ്യാമൃതപൂരിതാബ്ജനയനം ശ്വേതാംബരം ശ്രീകരം ചിന്മുദ്രാനിതദീർഘബാഹുയുഗളം പത്മാസനസ്ഥം ഗുരും ശ്രീഭട്ടാരകതീർത്ഥപാദമമലം വിദ്യാധിരാജം മുനിം. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ബഹുമാന്യരായ പത്രമാധ്യമ സുഹൃത്തുക്കളെ, എൻ്റെ പേര് ഗംഗേശാനന്ദ തീർത്ഥപാദർ എന്നാണ്. എൻ്റെ കൂടെ ഇരിക്കുന്നത് സ്വരൂപാനന്ദാശ്രമത്തിലെ കൃഷ്ണാനന്ദഗിരി എന്ന സ്വാമിജിയാണ്. എന്നെക്കുറിച്ച് മാധ്യമങ്ങൾക്കെല്ലാം സാമാന്യമായൊരു ധാരണയുണ്ട്. അത് കാരണം കൂടുതൽ എന്നെക്കുറിച്ച് പറയാനല്ല ഞാൻ വിളിച്ചേക്കുന്നത്. ഞാനിപ്പോൾ നിങ്ങളെയൊക്കെ കാണുന്നത് ഇന്ന് പന്മനയാശ്രമം എന്ന് പറയുന്ന ചട്ടമ്പിസ്വാമി തിരുവിടകളിലെ സമാധി സ്ഥലത്തുള്ള ചില കാര്യങ്ങൾ പരാമർശിക്കാനാണ്. 1924 മെയ് മാസം 5-ാം തീയതി തൻ്റെ ഭൗതിക ശരീരം ത്യജിച്ച് അദ്ദേഹം ബ്രഹ്മസ്വരൂപനായി തീർന്നു എന്നാണ് ശ്രീനാരായണ ഗുരുദേവനെ പോലെയുള്ള മഹൽ വ്യക്തികൾ പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം ആ പറഞ്ഞ രണ്ട് ശ്ലോകങ്ങളുണ്ട്. ശ്രീനാരായണ ഗുരുദേവൻ സ്വാമികൾ സമാധിയായെന്ന് പറഞ്ഞ് അറിഞ്ഞ് 2 ശ്ലോകം എഴുതി കുമ്പളത്ത് ശങ്കപ്പിള്ള അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് കൊടുത്തുവിട്ടു. അതിൽ പറയുന്ന വാക്കുകൾ വളരെ, ഒന്നാമത് ഗുരുദേവനൊന്നും വാക്കുകൾ ഒട്ടും അധികം ഉപയോഗിക്കില്ല. നമ്മളൊക്കെ വാഗ്മികൾ എന്നൊക്കെ പറയുമ്പം ധരിക്കുന്നത് ഒത്തിരി വർത്തമാനം പറയുന്നവരാണ്. സന്യാസിമാരോ ഒറിജിനൽ നല്ല സന്യാസിമാർ അതാരാന്ന് നിങ്ങൾ നിശ്ചയിച്ചോളൂ. നല്ല സന്യാസിമാരോ ഋഷിമാരോ ഒന്നും ഒത്തിരി വാക്കുകൾ ഉപയോഗിക്കില്ല. അധികം വാക്കുകൾ ഉപയോഗിക്കാതെ ഒത്തിരി കാര്യങ്ങൾ പറയുക എന്നുള്ള അവരുടെ ശീലം. ഇപ്പം ഗുരുദേവൻ സഞ്ചരിക്കുമ്പോൾ ഒരു ദിവസം ശ്രീനാരായണ ഗുരുദേവൻ്റെ കാര്യമാണ് പറയുന്നത്. ഒരാൾ ചോദിച്ചു, അങ്ങയുടെ ജാതി എന്താണ്? അപ്പം ഗുരുദേവൻ വളരെ സൗമ്യമായിട്ട് പറഞ്ഞു, കണ്ടിട്ട് എന്ത് തോന്നുന്നു? അപ്പം മറ്റേ അദ്ദേഹം പറഞ്ഞു, കണ്ടാൽ ജാതി അറിയാൻ പറ്റുമോ? അപ്പം ഗുരുദേവൻ വളരെ സൗമ്യമായി, കണ്ടാൽ അറിയാൻ പറ്റാത്തത് പറഞ്ഞാൽ അറിയാൻ പറ്റുമോ? നിങ്ങൾ ആലോചിച്ച് ആ വാക്കുകളുടെ ശക്തി. ഒന്നും പറഞ്ഞില്ല ഗുരുദേവൻ ജാതിയെക്കുറിച്ച്. ഇതാണ് അവരുടെയൊക്കെ, അതാണ് നിങ്ങൾ നോക്കൂ, ഭാരതീയ സനാതന മൂല്യങ്ങളൊക്കെ പറഞ്ഞേക്കുന്ന സൂത്രരൂപത്തിൽ, ബ്രഹ്മസൂത്രം, ഭക്തിസൂത്രം, യോഗസൂത്രം, പാണിനി സൂത്രം, എല്ലാ സൂത്രം വളരെ അക്ഷരങ്ങൾ കുറവാണ്. അപ്പോൾ ഒത്തിരി അക്ഷരങ്ങൾ പറഞ്ഞല്ല ഗുരുക്കന്മാർ സംസാരിക്കുക. അതൊക്കെ രാഷ്ട്രീയക്കാരോ മറ്റു ആൾക്കാരൊക്കെ അവർ സംസാരിക്കുന്നത് വളരെ കുറച്ചേ സംസാരിക്കും. ഗുരുദേവൻ ഒരു പ്രഭാഷണം നടത്തിയിട്ടില്ല. ചട്ടമ്പിസ്വാമി ആകപ്പെടെ ഒരു പ്രഭാഷണം നടത്തി. ഞങ്ങൾ ഈ കഷ്ടമുള്ളവരല്ല, ഞങ്ങളെല്ലാ ഗുരുക്കന്മാരെ ആദരിക്കും. ഞാൻ ശിവജി പാറാണ് ജയന്തിക്കും അവിടെയുള്ള എല്ലാ സായന്മാരുമായിട്ട് നല്ല ബന്ധമാണ്. അവിടുത്തെ ഇപ്പോഴത്തെ പ്രസിഡന്റിനെ ഞാൻ കൊണ്ടുപോയി ചികിത്സിച്ചിട്ടുണ്ട് 48 ദിവസം. എല്ലാ ബന്ധം എനിക്കങ്ങനെ, ഞങ്ങൾക്ക് കട്ടിയില്ല, ഒരാൾ മാത്രം ബാക്കിയെല്ലാം ഇല്ല, അങ്ങനെയില്ല. എല്ലാ ഗുരുക്കന്മാരെയും ആദരിക്കും. ക്രിസ്ത്യാനികളുടെ ഗുരുക്കന്മാരെ ആദരിക്കും, ഇസ്ലാമിൻ്റെ ഗുരുക്കന്മാരെ ആദരിക്കും. ഗുരു ആയിരിക്കണം, സംഘടനകളെ ആദരിക്കില്ല, ഗുരുക്കന്മാരെ ആദരിക്കും. അപ്പം ഗുരുദേവൻ പറഞ്ഞ വാക്ക്, സർവജ്ഞ ഋഷിരുത്ക്രാന്ത സദ്ഗുരു ശുഖവർത്തന ആഭാതി പരമവ്യോമിനി പരിപൂർണ കലാനിധി ലീലയാ കാലമധികം നീത്വാന്തേ സ മഹാപ്രഭു നിസ്വം വപു സമുത്സൃജ്യ സ്വം ബ്രഹ്മവപുരാസിത. എന്നാൽ തൻ്റെ സാധാരണ ശരീരം വിട്ടിട്ട് ബ്രഹ്മശരീരം, ഇതാ പറഞ്ഞ ഗുരുദേവൻ പറഞ്ഞ വാക്കാണ് ഞാൻ പറഞ്ഞത്. അദ്ദേഹം 24 ശരീരം വിട്ടു, ബ്രഹ്മസ്വരൂപനായി. ശ്രീമാൻ കുമ്പളത്ത് ശങ്കപ്പിള്ള, അന്നത്തെ ദിവസം 24 വയസ്സിൽ താഴെ പ്രായമുള്ളൂ. ഈ കുമ്പളത്ത് ശങ്കപ്പിള്ള സ്വാമി സമാധിയാകുന്നതിന് 2 വർഷം മുമ്പ് ഏകദേശം, അതിൽ താഴെ സമയത്തെ പരിചയപ്പെടുന്നുള്ളൂ.
അദ്ദേഹം കൊല്ലത്തൊരു വീട്ടിൽ വിശ്രമിക്കുമ്പം ഈ കുമ്പളത്ത് ശങ്കുപ്പിള്ള അന്ന് ഇച്ചിരി ആ പന്മനദേശ കാര്യപ്രമാണിയായിട്ട് ഇങ്ങനെ നടക്കുന്ന സമയം അദ്ദേഹം ഗുസ്തി പഠിക്കാൻ വേണ്ടി ചട്ടമ്പിസ്വാമിയെ കാണാൻ പോയതാണ്. അപ്പോൾ ശങ്കുപ്പിള്ള അദ്ദേഹത്തിനെ കണ്ടപ്പോഴേ ഇദ്ദേഹം ഈ ചട്ടമ്പിസ്വാമി തിരുവടികൾ പറഞ്ഞത് കാരണവരെ എന്ന് വിളിച്ച്, വളരെ പ്രായം കുറഞ്ഞ 70 വയസ്സിന് മേളിൽ പ്രായമുള്ള സ്വാമി അദ്ദേഹത്തെ വിളിച്ച് കാരണവരെ എന്നാണ്. അത് കഴിഞ്ഞിട്ട് സ്വാമി ആഗ്രഹിച്ച പ്രകാരം ഈ കുമ്പളത്ത് ശങ്കുപ്പിള്ള അദ്ദേഹം പന്മനെ അദ്ദേഹത്തെ സമാധിയിരുത്തി. അത് പാണയത്ത് കുടുംബക്കാരുടെ വക സ്ഥലത്താണ് സമാധിയിരുത്തത്. അതൊക്കെ എൻ്റെ ഞാൻ നിങ്ങൾക്ക് തന്ന പ്രസ് ഒരു ചെറിയ നോട്ടിനകത്തെല്ലാം വിശദമായിട്ട് പറയുന്നുണ്ട്, അങ്ങോട്ട് ഞാൻ കിടക്കണില്ല. 1969 ഈ കുമ്പളത്ത് ശങ്കുപ്പിള്ള അദ്ദേഹം ശരീരം വിട്ടു. അദ്ദേഹം അതിശക്തമായി രാഷ്ട്രീയത്തിലും അതുപോലെ സാമൂഹിക കാര്യങ്ങളിലൊക്കെ ഇടപെട്ടിട്ടുള്ള ആളാണ്. പക്ഷേ ആധ്യാത്മികമായി അദ്ദേഹം അത്ര നിപുണനായിരുന്നില്ല, അങ്ങനെ ചരിത്രം പറയുന്നില്ല. എൻ്റെ കഴിഞ്ഞ കാല സ്മരണകൾ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ആ കൃതി വായിച്ചിട്ട് നമുക്കറിയാൻ പറ്റുന്ന കാര്യമാണ്. ഞാൻ അതിനെ കുറച്ച് കൊട്ടേഷൻസ് കൊടുത്തിട്ടുണ്ട് ആ പുസ്തകത്തിൽ. അത് കഴിഞ്ഞ് അദ്ദേഹം ഇരുന്ന കാലം അദ്ദേഹം ബാലഭട്ടാരകേശ്വര ആശ്രമ സമിതി എന്ന് പറയുന്ന ട്രസ്റ്റ് ഉണ്ടാക്കി 1938. അതിലെ തണ്ടാന്മാരുൾപ്പെടെയുള്ള ആൾക്കാർ എന്ന് പറഞ്ഞാൽ ഹരിജനങ്ങൾ ഉൾപ്പെടെ ആൾക്കാരെ കൂട്ടി ആ ട്രസ്റ്റ് ഉണ്ടാക്കിയത്. ആ ട്രസ്റ്റിൽ ആദ്യം പറയുന്ന വാക്ക് തന്നെ ഇത് സകലമാന ഹിന്ദുക്കൾക്കും വേണ്ടി. നാട്ടുകാരൊക്കെ അവിടെ ശ്രീകോവിൽ പണിത് പ്രതിഷ്ഠ നടന്ന 1930 ഭക്താനന്ദ സ്വാമിയാണ്. 1924 സമാധി എഴുതുന്ന സ്വരൂപാനന്ദാശ്രമത്തിലെ ആ സ്വാമിയുടെ ശിഷ്യനാണ്. ഇതൊക്കെ ചരിത്ര രേഖകളാണ്, ഇതൊന്നും ആർക്കും മാറ്റാൻ പറ്റില്ല. അത് കഴിഞ്ഞ് ഈ 69 ശേഷം അദ്ദേഹത്തിൻ്റെ ഒരു മകനായ ഭാസ്കരൻകുട്ടി അദ്ദേഹമാണ് 90കൾ വരെ അവിടെ ഇരുന്നു. അതിനുശേഷം ഇപ്പോഴത്തെ പ്രസിഡന്റ് ശ്രീമാൻ കുമ്പളത്ത് വിജയകൃഷ്ണപിള്ള എന്നയാൾ സ്ഥാനമേറ്റു. അന്നേരം ആ ആശ്രമത്തിൻ്റെ അവസ്ഥ, കുറച്ച് നായ്ക്കളുണ്ട്. ഈ സ്വാമിക്ക് മൃഗങ്ങളെ വലിയ ഇഷ്ടമാണ്. പിന്നെ കുറേ പെരിഞ്ചാഴികളുണ്ട്. പിന്നെ അവിടെ കുറേ പഴയ കെട്ടിടം മാത്രം, അടുക്കളയൊന്നുമില്ല. കുറച്ച് മരപ്പെട്ടികളുണ്ട്. ഒരിളയതുണ്ട്, പൂജാരി വീട്ടിൽ പോവും, രാത്രി അദ്ദേഹം വീട്ടിൽ പോവും. നല്ല മനുഷ്യനായിരുന്നു, കേശവൻ ഇളയെന്നാണ്. ഒരു മനുഷ്യനില്ല, അതായിരുന്നു അവസ്ഥ. അത് കഴിഞ്ഞ് ഈ ഭാസ്കരൻകുട്ടി അദ്ദേഹത്തിൻ്റെ കാലശേഷം പലരും അവിടെ സെക്രട്ടറി ആയിട്ടൊക്കെ വന്നിട്ടുണ്ട്. നമ്മുടെ ജഗതി വേലായൻ സാർ അദ്ദേഹം സെക്രട്ടറിയാണ്. പക്ഷേ ഇദ്ദേഹമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസത്തിൽ രാജിവെച്ച് പോയിരുന്നു. പത്രത്തിലൊക്കെ കൊടുക്കുകയും ഞാൻ രാജിവെക്കുകയാണെന്നും പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോൾ ഡോക്ടർ ഗോപകുമാർ എന്ന് പറയുന്നയാൾ അവിടുത്തെ സെക്രട്ടറി ആയിട്ട് ചാർജ് എടുത്തു. ഒരു പ്രവർത്തനവുമില്ല, ആരെങ്കിലും വന്ന് തൊഴുതാരായി പോയാലായി. 1994 ഡിസംബർ മാസത്തിൽ ഡോക്ടർ ഗോപകുമാർ പോയി കൈവല്യാനന്ദ സ്വാമി എന്ന് പറഞ്ഞ സ്വാമിയെ പോയി കണ്ടു. അദ്ദേഹം കന്യാകുമാരി ഇരിക്കുക, കാരണം ശിവഗിരിയിൽ ആചാര്യനായിരുന്നു അദ്ദേഹം. അവിടെ പ്രശ്നങ്ങളുണ്ടായപ്പം അവരൊക്കെ പഠിച്ചതൊക്കെ വടക്കാണ്, ഇവിടെയല്ല. ശങ്കരാചാര്യ സ്വാമി ഉൾപ്പെടെയുള്ള എല്ലാ സ്വാമിമാരും ഇവിടെ വിട്ടുപോവുക ചെയ്തു. ഇങ്ങോട്ട് ഇവിടെ ഒന്നും ചെയ്യാനില്ല. ഏത് സ്വാമി നിങ്ങൾ എടുത്തു വയ്ക്കുമോ, അവരെല്ലാം തപോവനം ആരെടുത്തേക്ക് അവരെല്ലാം കേരളം വിട്ട പിന്നെ ഇങ്ങോട്ട് വരില്ല. അപ്പോൾ കൈവല്യാനന്ദ സ്വാമി കാശിയിലും ഋഷികേശിലും ദിവ്യാനന്ദഗിരി സ്വാമികളുടെ ശിഷ്യയിൽ പഠിച്ചു കഴിഞ്ഞിട്ട് ശിവഗിരി വന്ന് ശാശ്വതികാനന്ദ സ്വാമി പറഞ്ഞിട്ട് ആചാര്യനായി 8-10 വർഷം പഠിപ്പിച്ച് 14 ആൾക്കാർ പഠിക്കാനുണ്ടായി. നല്ല ബ്രഹ്മവിദ്യാലയം ഉണ്ടായി, ഹോസ്റ്റലുണ്ടായി, ഏറ്റവും വലിയ ലൈബ്രറി ഉണ്ടായി. അപ്പോഴാണ് പ്രശ്നം ഉണ്ടാകുന്നത്. അപ്പോൾ പിന്നെ സ്വാമി വിചാരിച്ചു നേരെ തിരിച്ചങ്ങ് പോയേക്കുന്നത്. അങ്ങനെ കന്യാകുമാരി പോയിരിക്കുമ്പോൾ ഈ ഡോക്ടർ ഗോപകുമാറും ശിവഗിരിയിൽ ഒന്ന് പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഗോപാലപിള്ള സാറും കൂടെ കൂടി സ്വാമിയെ പോയി കണ്ട് പന്മന വരണം, അവിടുത്തെ കാര്യങ്ങൾ നോക്കണം, പഠിപ്പിക്കണം എന്ന് പറഞ്ഞ് വളരെ നിർബന്ധിച്ചിലാണ് സ്വാമി വന്നത്. 1990 ഡിസംബറിൽ അവിടെ വന്നപ്പം അവിടെ ഒരു സംവിധാനമില്ല. സ്വാമിയെ ഒരു ചെറിയ കെട്ടിടത്തിൽ താമസിച്ചിട്ട് 2 സ്വാമിമാർ കൂട്ടത്തിൽ അന്ന് വന്നായിരുന്നു. നിത്യസ്വരൂപാനന്ദ എന്നും വിശ്രുതാത്മാനന്ദ എന്നും പറഞ്ഞ 2 സ്വാമിമാരെ കൂട്ടിയാണ് കൈവല്യാനന്ദ സ്വാമി അവിടെ വന്നത്. അങ്ങനെ വന്നു. അവിടെയാണ് യാതൊരു തരത്തിലുള്ളതായ സംവിധാനങ്ങളുമില്ല. അവരൊരു ബ്രഹ്മവിദ്യാലയമൊക്കെ ഉണ്ടാക്കി, പക്ഷേ ആരും വരില്ല. നമുക്കറിയാമല്ലോ, എന്തെങ്കിലുമൊക്കെ ആകാൻ സാധിക്കുന്ന
ആൾക്കാരെല്ലാം ആ വഴിക്ക് പോകത്തുള്ളൂ. ഒന്നിനും കൊള്ളാത്തവരാ സന്യസിക്കുന്ന സാധാരണ ഒരു ധാരണ. എന്തിനും കഴിവുള്ള സന്യസിക്കില്ല എന്നാണ് നമ്മുടെയൊക്കെ ധാരണ. ശരിയല്ല, പക്ഷെ അങ്ങനെയാണ് ധാരണ. കാരണം നമ്മൾ വിദ്യാഭ്യാസപരമായിട്ട് അങ്ങനെ ഉന്നതി നിൽക്കുക. പക്ഷെ സാംസ്കാരികമായിട്ട് എനിക്കറിയത്തില്ല എങ്ങനെയാണെന്നുള്ളത്. അത് നിങ്ങൾ ആലോചിച്ചാൽ മതി. ആരും വരുന്നില്ല. എന്തോ സെക്രട്ടറിയെ കുറിച്ചല്ല ഞാൻ ഈ പറഞ്ഞ് പൂർത്തിയാക്കട്ടെ. കാരണം അങ്ങോട്ട് വരണമെന്നുണ്ടെങ്കിൽ ചില കാര്യങ്ങൾ അറിഞ്ഞാലേ പറ്റുള്ളൂ. അത് കാരണമാണ് 95 സ്വാമി ബ്രഹ്മവിദ്യാലയം ഉണ്ടാക്കിയിട്ട് ആദ്യം വന്ന മെയ് മാസത്തിൽ വന്ന ബ്രഹ്മവിദ്യാർത്ഥിയാണ് ഞാൻ, ബ്രഹ്മചാരിയായിട്ട്. ആ 95 മുതൽ ഞാൻ ആശ്രമത്തിൻ്റെ സജീവ കാര്യങ്ങളിൽ അവർ വികസന സമിതി, കാരണം താമസിക്കാൻ സ്ഥലമില്ലാത്ത കാരണം നമ്മൾ ഒരു വികസന സമിതി ഉണ്ടാക്കി, പന്മന ആശ്രമം, അതിൻ്റെ കൺവീനർ ഞാനായിരുന്നു. അങ്ങനെയുള്ള പ്രവർത്തനമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ മുന്നോട്ട് പോയി. ആൾക്കാർ 10-40 പേര് പഠിക്കാൻ വന്നു. ശിവഗിരിയിൽ നിന്നും മറ്റു മഠങ്ങളിൽ നിന്നൊക്കെ പഠിക്കാൻ വന്നു. സംവിധാനമില്ല. അത് കഴിഞ്ഞ് കെട്ടിടം പണി അപ്പുറത്ത് ഈ ആശ്രമത്തിൻ്റെ സമാധിയുടെ വടക്ക് ഭാഗത്ത് ഒരു കെട്ടിടത്തിൽ നമ്മൾ ഇത് ചെയ്തു, അടിസ്ഥാനം ചെയ്തു. അതൊക്കെ റെഡിയായി. എൻ്റെ ഗുരുനാഥനായ നിർമ്മലാനന്ദഗിരി മഹാരാജ് നാളവിടെ ചികിത്സ ചെയ്യാൻ വേണ്ടി വന്നു, മാസത്തിൽ ഒരു ദിവസം. അതോടുകൂടി ആൾക്കാർ കൂടുതൽ വരാൻ തുടങ്ങി. ശാസ്താംകോട്ട കുരങ്ങന്മാർക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി കാശ് മുടക്കിയ ഒരാളുണ്ട്, GB പിള്ള എന്ന് പറയും. NRI ആണ്, അമേരിക്കക്കാരാണ്. അദ്ദേഹം 1 കോടി രൂപ അവർ നമ്മുടെ ആശ്രമത്തിൽ കൊടുത്തു. അങ്ങനെ ഞാൻ ഗവൺമെൻറ് സഹായിച്ചു. ഗവൺമെൻറ് ഒരു 95 ലക്ഷത്തോളം രൂപ നോട്ടീസ് പറയുന്നുണ്ട് നമ്മുടെ ആശ്രമത്തിൽ കൊടുത്തു. അങ്ങനെ ആശ്രമമൊക്കെ വളർന്ന് വന്നപ്പോൾ 2008 കണ്ണമൂരിലെ ചില ജന്മസ്ഥാനത്തുള്ള ചില കാര്യങ്ങൾ പരിഹരിക്കാൻ സ്വാമി പറഞ്ഞതനുസരിച്ച് ഞാൻ പോകുന്ന കാരണം ഞാൻ പിന്നെ അതിൽ കൂടുതൽ ശ്രദ്ധിച്ചു. നിങ്ങൾക്കെല്ലാം അതിൻ്റെ കാര്യങ്ങൾ അറിയാം. 2017 സംഭവിച്ച കാര്യങ്ങൾ നിങ്ങൾക്കറിയാം. ഈ 2017 എൻ്റെ ഈ പ്രശ്നം ഉണ്ടായപ്പോൾ എല്ലാവരും എന്നെ തള്ളി പറഞ്ഞു. ഞാൻ എതിർക്കാനും പോയില്ല. ഈ അന്നത്തെ പ്രസിഡന്റ്, ഇപ്പോഴും പ്രസിഡൻ്റായിട്ട് തുടരുന്ന അദ്ദേഹത്തിൻ്റെ മകനെ ട്രസ്റ്റിലെടുക്കണമെന്നും പറഞ്ഞുള്ള അഭിപ്രായ വ്യത്യാസത്തിൽ അവിടെ അന്നേരം ഈ ഇന്ന് കാണുന്ന സകലവിധ അവിടെ കാണുന്ന എന്തിൻ്റെയും അടിസ്ഥാനപ്പെട്ടതും പ്രവർത്തിച്ചതും കൈകാര്യം ചെയ്തൊക്കെ കൈവിലാന സ്വാമികളാണ്. ആ സ്വാമിയെ അവിടുന്ന് ഈ മകനെ ട്രസ്റ്റിലെടുക്കാൻ പറ്റില്ല എന്ന് സ്വാമി അവിടുന്ന് പറഞ്ഞു വിട്ടു. സ്വാമി പറഞ്ഞു വിടുന്നതിന് മുമ്പ് സ്ഥലം പോയി, ഇറങ്ങിപ്പോയി, ഒന്നുമില്ല, ഇറങ്ങിപ്പോയി. സ്വാമി ഇപ്പോഴും ശിവഗിരിയിലും മാതാ അമൃതാനന്ദമായി മഠത്തിലും പഠിപ്പിക്കുന്നുണ്ട് ആചാര്യനായിട്ട്. അവരെല്ലാം സൗകര്യം ചെയ്ത് കൊടുക്കുന്നുണ്ട്. സ്വാമിയത്തോളം പഠിപ്പിക്കാൻ അറിയാവുന്ന ഒരു സന്യാസി ഇന്ന് കേരളത്തിലില്ല. അത്രയും മിടുക്കലാണ്. പഠിപ്പിക്കുന്ന കാര്യം പ്രഭാഷണത്തിനോ ഒന്നും പോവില്ല, പഠിപ്പിൽ മാത്രം. സ്വയം പഠിപ്പിക്കും. അതിന് കഴിഞ്ഞ് അവിടെ നടന്ന സംഭവങ്ങളൊക്കെ വളരെ മോശമായ കാര്യങ്ങളാണ് പിന്നെ നടന്നത്. ഇന്ന് അവിടെ ശമ്പളം പോലും കൊടുക്കാൻ വയ്യാത്ത രീതിയിൽ സാമ്പത്തിക പ്രശ്നങ്ങളുണ്ട്. 2018 മാർച്ച് മാസം 18-ാം തീയതി 2026 മാർച്ച് മാസം 18-ാം തീയതി എൻ്റെ പേരിൽ ആരോപിക്കപ്പെട്ട കേസ് ഹൈക്കോടതി ക്വാഷ് ചെയ്ത് കളഞ്ഞു. അതിനുശേഷം ഞാൻ ആശ്രമ സെക്രട്ടറിക്ക് ഒരു മെസ്സേജ് അയച്ചു വാട്സപ്പിൽ. കേസ് തീർന്നിട്ടുണ്ട്, എൻ്റെ ഇലക്ട്രോണിക് ഐ ഡി അവിടെയാണ്, അത് നീ വെട്ടരുത്. അതുവരെ ഈ പ്രസിഡന്റ് ഇത് വെട്ടിക്കളയും, കാരണം ഞാൻ കൈവിലാന സ്വാമിയുടെ ആളായത് കാരണം. ഇനിയും വെട്ടരുത്, എനിക്ക് അത്യാവശ്യം ബന്ധങ്ങളൊക്കെ ആയതുകൊണ്ട് കേസൊക്കെ തീർന്നതാണ് എന്ന് പ്രസിഡന്റിനോട് പറയാൻ പറഞ്ഞു. അതിനുശേഷം ഞാൻ സമാധിക്ക് സെക്രട്ടറി പറഞ്ഞനുസരിച്ച് സമാധിക്ക് വന്നു. ഈ സമാധി വന്നപ്പോൾ ഈ നമ്മുടെ പ്രസിഡന്റ് പറയുകയാണ്, അവിടെ ഹരിസ്വാമി എന്ന് അദ്ദേഹം വിളിക്കുന്നത്, വേറെ ആളുടെ നേരിട്ട് പറയില്ല, വേറെ ആളുടെ പറഞ്ഞു, ഹരിസ്വാമി അവിടെ തൊഴുതു പൊക്കോണം, താമസിക്കാൻ പാടില്ല. കൈവല്യാനന്ദ സ്വാമി പണിത കെട്ടിടത്തിൽ കൈവല്യാനന്ദ സ്വാമിയും ഈ ഡോക്ടർ ഗോപകുമാറും സർക്കാരും എല്ലാം പണിത കെട്ടിടത്തിൽ ഇരുന്ന് സ്വാമിയെ പറയുന്ന മോശങ്ങൾക്ക് ഒരു കണക്കുമില്ല. കൈവല്യാനന്ദ എന്നേ പറയുള്ളൂ, സ്വാമി എന്ന് പറയില്ല. ഇത് പറഞ്ഞപ്പോൾ ഞാൻ സമാധിക്ക് വരിക, മാവേലിക്ക് എത്തി 9:00 അറിയുന്നേ. എവിടെ പോയി ഞാൻ ലോഡ്ജിൽ താമസിക്കില്ല, പക്ഷേ എനിക്ക് ഇഷ്ടമായ സ്ഥലമാണ്. ഞാൻ പുതിയതായി പോയി താമസിച്ചു. അവിടെ ആശ്രമമുണ്ട്, നീലകണ്ഠ തീർത്ഥസ്വാമികളുടെ സമാധി സ്ഥലം, അവിടെ പോയി താമസിച്ചു. ഞാൻ പ്രശ്നം ഉണ്ടാക്കാൻ നിന്നില്ല. പ്രശ്നം ഉണ്ടാക്കാൻ എന്നെപ്പോലെ അറിയാവുന്ന ഒരു സന്യാസി കേരളത്തിലോട്ടില്ലതാനും. പക്ഷേ ഞാൻ ഒന്നും ഉണ്ടാക്കാൻ പോയി, സമാധി സ്ഥാനമല്ലേ. ഇപ്പം കണ്ണമൂലെന്ന് സമാധിയൊന്നുമല്ല, എന്തും കാണിക്കാം. പക്ഷേ ആശ്രമത്തിന് അതൊന്നും പറ്റില്ല. അഹിംസ വ്രതനിഷ്ഠനാണ് ചട്ടമ്പി സ്വാമി തിരുവടികൾ. ഞാൻ 10:30 സമാധിയിൽ അന്ന് വന്നു ആശ്രമത്തിൽ. ഞാൻ താമസിക്കുന്നത് ഒരു ചെറിയ കെട്ടിടമുണ്ട്, ഞാനും നിത്യശ്രീവാൻ സ്വാമിയും ശിവഗിരിയിലെ സ്വാമിയും ഞങ്ങൾ അവിടെ താമസിക്കും. ചെറിയ കെട്ടിടം, പൊളിഞ്ഞു വീഴും, എപ്പോഴും പൊളിഞ്ഞു വീഴും.
പുന്നയ്ക്കൽ ഭവൻ എന്നതിൻ്റെ പേര്. അവിടെ ഇരുന്ന് ഉച്ചയ്ക്ക് അവിടെ 10:30 വന്നു. ഞാൻ പുറത്തോട്ടേ ഇറങ്ങിയില്ല, കാരണം എന്നെ ഒത്തിരി പേര് പരിചയമില്ല. എല്ലാം ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ വായിൽ നിന്ന് മനുഷ്യനില്ലേ അബദ്ധം വന്നു, ഞാൻ പുറത്തോട്ടേ ഇറങ്ങി. അവിടെ ഇരുന്ന് ഞാൻ അങ്ങനെയാണ്. എനിക്ക് സമാധിസ്ഥാനം ഹൃദയത്തിലാണ്, അല്ലാതെ ആശ്രമത്തിലല്ല. ഞാൻ ചട്ടമ്പി സ്വാമിയെ ആരാധിക്കാൻ പ്രധാന കാരണങ്ങളൊന്നും സ്വാമി ആശ്രമം സാധിക്കാത്തതാണ്. അവിടെ ഇരുന്ന് ഞാൻ പിറ്റേ ദിവസം വെളുപ്പിനെ കഥകളിയൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ അടുത്ത് പോരുകയും ചെയ്തു. ഞാൻ നേരെ ഒരു വക്കീലിനെ കണ്ട് ഈ ട്രസ്റ്റിനെ ഡീഡ് അങ്ങോട്ട് കൊടുത്തിട്ട് പറഞ്ഞു പഠിക്കാൻ പറഞ്ഞു. പഠിക്കാൻ പറഞ്ഞ് 2 മാസം കഴിഞ്ഞപ്പോൾ 1 മാസത്തിന് മുമ്പ് ഞാനൊരു ഇഞ്ചക്ഷൻ മേടിച്ചു കരുനാഗപ്പള്ളി മുനിസിപ്പൽ കോടതിയിൽ. ആ ഇഞ്ചക്ഷൻ പറയാം, ഒരു പേഴ്സണൽ അലിഗേഷനും ഇല്ല. ഞാൻ പറഞ്ഞത് പന്മന ആശ്രമത്തിൽ ഉള്ള ഒരു കെട്ടിടവും പൊളിക്കാൻ പാടില്ല. കാരണം അതൊരു ആർക്കിയോളജിക്കൽ മോണുമെൻറ്റാണ്, അല്ല കെട്ടിടമല്ല. ഇപ്പം നമുക്കറിയാം 1 ഗ്രാം സ്വർണ്ണത്തിന് ഇപ്പോൾ 1 ലക്ഷം വില ഉണ്ടെങ്കിൽ പത്മനാഭൻ്റെ സ്വർണ്ണത്തിന് 1 കോടിയാണ് വില. കാരണം അതൊരു ആർക്കിയോളജിക്കൽ വാല്യൂയാണ്, അത് വേറെ ഒന്നും കിട്ടില്ല. ഇദ്ദേഹം അവിടെ ഗാന്ധി മന്ദിരം പണിതിട്ട് അത് ആ ഗാന്ധി മന്ദിരത്തിൻ്റെ എല്ലാ സ്വഭാവം മാറ്റി കോട്ടും സൂട്ടും ഇട്ടിരുന്ന ഒരു ഗാന്ധിയുടെ രൂപമാണ് നമുക്ക് കാണുകയുള്ളൂ. കാരണം ഓലയൊക്കെ മാറ്റി പട്ടിക്കൂട് വരെ പണിത് വെച്ചു. അതിനെല്ലാവരും അത്. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ഏകാധിപത്യം ആര് പറഞ്ഞാലും കേൾക്കില്ല. 36 വർഷമായി അദ്ദേഹം പ്രസിഡൻ്റായി ഇരിക്കാൻ തുടങ്ങിയിട്ട് 3 വർഷം കൂടുമ്പോൾ പൊതുയോഗം വിളിച്ച് തെരഞ്ഞെടുപ്പ് നടത്തണ്ട, ഇന്ന് വരെ നടത്തിയിട്ടില്ല. ഈ കഴിഞ്ഞ 15-ാം തീയതി പൊതുയോഗം വിളിക്കാൻ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആൾക്കാരെല്ലാം തീരുമാനിക്കുകയും ഇദ്ദേഹത്തിന് എഴുത്തയച്ചു, എല്ലാവർക്കും എഴുത്തയച്ചു. പൊതുയോഗത്തിനാണ് അധികാരം. ആ പൊതുയോഗത്തിലുള്ള അംഗങ്ങളാണ് മെമ്പർമാരായിട്ട് പിന്നെ മാറുന്നത്, ട്രസ്റ്റ് മെമ്പർമാരായിട്ട് മാറുന്നത്. ഇദ്ദേഹം ചെയ്തതെന്നാണെന്നറിയോ? ഇദ്ദേഹം ചെയ്തത് ആരെയോ സ്വാധീനിച്ചിട്ട് 15-ാം തീയതി പൊതുയോഗം അവിടെ നടത്താൻ പാടില്ലെന്ന് പോലീസുകാരെ കൊണ്ട് പറയിക്കുക. CI വിളിക്കുക തലേദിവസം 14-ാം തീയതി വിളിച്ച് പറയാം പൊതുയോഗം നടത്താൻ പറ്റില്ല. അപ്പം CI ഒരു അനുരഞ്ജന മീറ്റിംഗ് വിളിച്ചു. ഇദ്ദേഹവും കൂടെ ഒരാളും വന്ന് 6 മെമ്പർമാർ വന്നിരിക്കുക അവിടെ, ട്രസ്റ്റ് മെമ്പർമാർ. അപ്പോൾ CI വിശദീകരിച്ചു, എന്താണ് അങ്ങിങ്ങനെ പറയുന്നത്? പ്രസിഡന്റ് ചോദിക്കുക. പുള്ളി പറഞ്ഞു ഇതേ ഉള്ളൂ, പൊതുയോഗം നടത്താൻ പറ്റില്ല, ഇത് മാത്രമാണ് പറയുന്നത്. ഇത് കാരണം RDOയുടെ ഓർഡർ ഉണ്ടോ, കളക്ടറുടെ ഓർഡർ ഉണ്ടോ, കോടതിയുടെ ഓർഡർ ഉണ്ടോ? ഒന്നുമില്ല. KG ശ്രീകുമാർ എന്ന് പറഞ്ഞ ഒരാൾ കൊടുത്ത് പരാതിയിലായി പരിപാടി നടക്കുന്നത്. അങ്ങനെ ആശ്രമം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും വരാനും സ്ഥലമാണ്, അല്ലാതെ പ്രത്യേക ഒരാൾക്കാർക്ക് വരേണ്ട സ്ഥലമല്ല. അവിടെ പൊതുയോഗം നടത്താൻ നമുക്ക് എല്ലാ അധികാരങ്ങളും ഉണ്ട്. കാരണം എല്ലാ കമ്മ്യൂണിക്കേഷനും സെക്രട്ടറിയാണ് ചെയ്യേണ്ടത്. പ്രസിഡന്റ് ഒരു മനുഷ്യനോട് 1 രൂപ ഒരാളും ചോദിക്കില്ല, ആരെയും കാണില്ല. നിങ്ങളെ ഓരോരുത്തരും പോയി ഒന്ന് പരീക്ഷിച്ചു നോക്കുക അദ്ദേഹത്തിൻ്റെ ആ പ്രതികരണം. സമാധിക്ക് 1 മാസം മുമ്പ് ഒരു പെൺകുട്ടി അവിടെ പുസ്തകം മേടിക്കാൻ വന്നു. അതിനോട് അയാൾ ചീത്തയും പറഞ്ഞ് വൈകുന്നേരം ആയപ്പോൾ അത് വന്ന് 2 പേരും കൊണ്ട് ഇദ്ദേഹത്തിൻ്റെ കോളറെ കയറി പിടിക്കുകയും മൊബൈൽ തല്ലിപ്പിടിക്കുകയും അവസാനം പോലീസുകാർ വന്ന് ഇദ്ദേഹത്തിനെ രക്ഷപ്പെടുത്തിയത്, അവരുടെ കാല് പിടിച്ചിട്ട്. ഇങ്ങനെയുള്ള പ്രതികരണങ്ങളാണ്. സച്ചിദാനന്ദ സ്വാമി ഇപ്രാവശ്യത്തെ ശിവഗിരി മഠാധിപതി ഇപ്രാവശ്യത്തെ സമാധിക്ക് വിളിച്ച് വന്നിട്ട് ഇദ്ദേഹം മുറിയിരിക്കുകയുള്ളൂ, ഒരു മനുഷ്യൻ കാണില്ല. അദ്ദേഹത്തെ കാണാൻ വേണ്ടി ചെന്നപ്പം സ്വാമി അബദ്ധവശാൽ ചോദിച്ചു പോയി, ഇതാണോ കുമ്പളത്ത് വിജയകൃഷ്ണപിള്ള ചോദിച്ചു പോയി. ഇദ്ദേഹം പറഞ്ഞ മറുപടി ഒത്തിരി പേര് കേട്ടോണ്ടിരിക്കുക. അങ്ങനെയൊക്കെ സ്വാമി നാട്ടുകാർ പറയുന്നത്. ഇങ്ങനെയാണ് ഒരാൾ പ്രതികരിക്കുക. അതും നമ്മൾ ക്ഷണിച്ചു വരുത്തിയ പന്മന ആശ്രമത്തിൽ 1 വർഷം വരുന്ന ആൾ 1 ദിവസം ശിവഗിരി സലാം ആലോചിക്കണം. ഇദ്ദേഹത്തിൻ്റെ സ്വാഭാവിക പ്രതികരണം. എന്നോട് സകല ഒരൊറ്റ സ്വാമി. ഇപ്പം ലാസ്റ്റ് ഒരു മഠാധിപതി ഉണ്ടായിരുന്നു, കൃഷ്ണമയാനന്ദ എന്ന് പറയുന്നത്. ഞങ്ങളുടെയൊക്കെ ഹെഡ് ക്വാർട്ടേഴ്സ് വാടിയിലാണ്, അവിടുന്ന് സന്യാസീകരിക്കുക. അദ്ദേഹം 1 മാസം ആരോടും പറയാൻ സ്ഥലം വിട്ടു. എന്നിട്ട് രാജിക്കത്ത് എഴുതി അയക്കുകയത്. ഒറ്റ സ്വാമിമാരവിടെ താമസിപ്പിക്കില്ല, എന്നോട് മാത്രം നേരിട്ട് പറയില്ല. അത് അറിയാവുന്ന കാരണമാണ്. അദ്ദേഹം 1 മാസം മുമ്പ് AR ഗിരീഷ് കുമാർ എന്ന് പറയുന്ന സെക്രട്ടറിയെ സസ്പെൻഡ് ചെയ്തു. പ്രസിഡന്റിന് അങ്ങനെ ചെയ്യാൻ യാതൊരു അധികാരമില്ല. കമ്മിറ്റി തീരുമാനം എടുക്കണം. കമ്മിറ്റിയിൽ ഈ ട്രസ്റ്റിലെ മെമ്പർമാർ 3/2 ഭാഗം തീരുമാനം എടുക്കണം, അല്ലാതെ മാറ്റാൻ പറ്റില്ല. ഒരു 15 ദിവസം കഴിഞ്ഞപ്പം പുള്ളി ഒരു നോട്ടീസ് വെച്ചു, പേഴ്സണൽ മീറ്റിംഗ് ആഗസ്റ്റ് 30-ാം തീയതി വരണം, എല്ലാ ഡോക്യുമെൻറ്റും സബ്മിറ്റ് ചെയ്യണം. അതിനും സെക്രട്ടറി ഒന്നും പറയാൻ പോയില്ല. ഈ 13-ാം തീയതി
അദ്ദേഹം അയച്ചു, നിങ്ങളെ ഞങ്ങൾ ഡിസ്പോസ് ചെയ്തിരിക്കുന്നു. ഞാൻ പ്രസിഡന്റ് പറയുക, ഈ AR ഡിസ്പോസ് ചെയ്തിരിക്കുന്നു. അതിനും പുള്ളിയൊന്നും പറഞ്ഞില്ല. പുള്ളി ഇന്ന് വരെ ആശ്രമത്തിനെതിരെയോ പ്രസിഡന്റിനെതിരെയോ ഒരക്ഷരം പറഞ്ഞിട്ടില്ല. ഈ സസ്പെൻഡ് ചെയ്ത കാര്യങ്ങളൊക്കെ ഇവർ പേപ്പറിൽ കൊടുത്തു. എന്നിട്ട് കുമ്പളത്ത് ശങ്കരപ്പിള്ള എന്നൊരാളെ സെക്രട്ടറി ആയിട്ടൊക്കെ നിയമിക്കുക പ്രസിഡന്റ്. ആരും അതിനെ അനുകൂലിക്കുന്നില്ല. പന്മന പഞ്ചായത്തിൽ ഒരു 10 പേര് പോലും ഇദ്ദേഹം പിന്തുണയ്ക്കാനിരുന്ന് ആലോചിക്കണം. എല്ലാവരും വെറുപ്പിച്ചിട്ടേക്കുക. അപ്പം 15-ാം തീയതി സമ്മേളനം നടത്താൻ വേണമെന്ന് ഞാൻ പറഞ്ഞു. കാരണം വെച്ചാൽ എനിക്കറിയാം ആശ്രമം എന്ന് പറഞ്ഞാൽ എപ്പോഴും പാകിസ്ഥാൻ്റെ ബോർഡറൊന്നുമല്ല, കയറി ചെല്ലാൻ പറ്റുമെന്ന് എനിക്കറിയാം. ഞാൻ കയറുകയും ചെയ്യും. 3 വണ്ടി പോലീസാണ് ഇത് തടയാൻ വേണ്ടി അവിടെ വന്നത്. 3 വണ്ടി റിസർവ് പോലീസ് വന്നു പന്മന ആശ്രമത്തിൽ. പ്രളയം വന്നപ്പോഴും മറ്റേ ഒരു അസുഖം വന്നില്ല, അന്നേരം ഒന്നും ഒരു പോലീസും വന്നിട്ടില്ല അവിടെ. 3 വണ്ടി പോലീസ് ചട്ടമ്പി സ്വാമി രക്ഷിക്കാൻ. ഞങ്ങളെന്നാ ഭീകരന്മാരാണോ? ഇദ്ദേഹത്തിന് ഉൾപ്പെടെ നമ്മൾ വിളിച്ചേക്കുക. ഈ CI വിളിച്ചത് ഞങ്ങൾ പറഞ്ഞു, ഞാൻ പോയില്ല. ട്രസ്റ്റ് പറഞ്ഞു ഇദ്ദേഹത്തിന് നേതൃത്വത്തിലാ പൊതുയോഗം, ഇദ്ദേഹത്തെ പുറത്താക്കാനല്ല. കാരണം പൊതുയോഗം വിളിച്ചോടും ചെയ്യാൻ ഒന്നിനും സമ്മതിക്കില്ല. അപ്പോൾ ആ ഒരവസ്ഥ നിലനിൽക്കെ ഇവർ ചട്ടമ്പി സ്വാമി ജയന്തിയുടെ നോട്ടീസ് അടിച്ചു. അതിലേതോ വലിയ പോലീസ് ഉദ്യോഗസ്ഥനാണ് പ്രധാന ആളായിട്ട് വച്ചേക്കുന്നത്. അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരമാണോന്ന് എനിക്കറിയില്ല, എന്താണെന്നറിയില്ല. എനിക്കറിയാൻ പാടില്ല. എൻ്റെ ജീവിതത്തിൽ ഈ പോലീസുകാരാണ് ശത്രുവായിട്ട് വരുന്നത് എനിക്ക് തോന്നുന്നു. എനിക്കവിടെ ശത്രുതയില്ല. എന്തൊരാവശ്യമാണ്? നിങ്ങളാളേക്ക് ഒരു RDOയുടെ ഓർഡറില്ല, ഒരു കളക്ടറുടെ ഓർഡറില്ല, കോടതി ഓർഡർ ഇല്ലാതെ ഇഞ്ചക്ഷൻ അല്ലെങ്കിൽ അവിടെ ഇത് ഏർപ്പെടുത്തുക എന്ന് പറഞ്ഞ് എന്ത് നിയമമാണ് ഇതൊക്കെ? ജനങ്ങളോട് പറയാതിരിക്കാൻ വേണ്ടി ഇവർക്കെല്ലാം ഈ ആശ്രമം മാറൂലേ, ആശ്രമത്തിന് വിഷമം ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ് മൂടി വയ്ക്കും. അപ്പോൾ ഈ കുമ്പളത്ത് കുടുംബത്തിൻ്റെ വകയല്ല പന്മന ആശ്രമം. പന്മന ആശ്രമം എന്ന് പറയുന്നത് ഈ ലോകത്തുള്ള സകലമാന ഹിന്ദുക്കളുടെ വക, ജാതിയൊന്നുമില്ല. അന്ന് 38-ൽ പോലും അന്ന് കണ്ടമാനം വളരെ പ്രശ്നകരമായ ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടായിത്തോണ്ടാണ്. എന്നിട്ട് പോലും അദ്ദേഹം ഈ കുമ്പളത്ത് ചെങ്ങുപ്പുള്ള അദ്ദേഹം അവിടെ ഒരു കുളം കുളിച്ചെന്നറിയോ, ഹരിജനങ്ങളെ കുളിപ്പിച്ച് ക്ഷേത്രത്തിൽ കയറ്റാണ്. അത്ര ബഹുമാന്യനാണ് അദ്ദേഹം. ആധ്യാത്മികമായി ഇല്ലെങ്കിൽ പോലും അദ്ദേഹത്തിന് അതുപോലെ ഒത്തിരി നല്ല സാമൂഹികമായ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പല കാര്യങ്ങൾക്കും പരിഹാരം ഉണ്ടാക്കുന്നത് കുമ്പളത്ത് ചെങ്ങുപ്പുള്ള അദ്ദേഹം ആശ്രമത്തിൽ ചെന്നിട്ടാണ്. രാഷ്ട്രീയ കാര്യമായാലും നാട്ടിലെ കാര്യമായാലും അതിനപ്പുറത്തോട്ടൊരു വാക്കില്ല. ഈ വിജയകൃഷ്ണപിള്ള എന്ന് പറയുന്ന ഈ പ്രസിഡന്റ് ഉണ്ടല്ലോ, ഒരു മനുഷ്യൻ കാണാൻ വരില്ല. കാണാൻ വന്ന് അവനെ മര്യാദയ്ക്ക് പെടുത്തില്ല. അത് സ്വാമിയായാലും സാധാരണക്കാരായാലും. ഇത് ജനങ്ങളറിയാം. 100ാം സമാധി വാർഷികം വന്ന് ഇത്രയും മോശമായിട്ട് അദ്ദേഹം നടന്ന സമ്മതിക്കില്ല. പിന്നെ ഈ പറഞ്ഞ സെക്രട്ടറിയാണ് ഓടി നടക്കുന്നത് എല്ലാത്തിനും. സെക്രട്ടറിയാണ് എല്ലായിടത്തും പോകുന്നത്. അദ്ദേഹത്തിന് സ്ഥാപനമൊക്കെ ഉണ്ടെങ്കിൽ അതുപോലെ ഇട്ടിട്ട് ഓടുവാണ് ഈ ആശ്രമം നടത്താൻ വേണ്ടി. ഒന്ന് ആലോചിച്ച് നോക്കണം. അദ്ദേഹത്തെ കഴിഞ്ഞ സമാധിക്ക് 1.5 ലക്ഷം രൂപ കൊടുത്തിട്ട് 50,000 രൂപ തിരിച്ചു കൊടുത്തുള്ളൂ. അങ്ങനെയൊക്കെയുള്ള ഒത്തിരി പ്രശ്നങ്ങൾ ആശ്രമത്തിലുണ്ട്. ഈ ആശ്രമം പന്മന ആശ്രമം, അവിടെ ജാതിയില്ല, അവിടെ മതവുമില്ല. ആർക്കും വരാം, തൊഴാം. ഒരു ഭക്തിയുടെ പ്രകടനങ്ങളുമില്ല. അതൊരു ജ്ഞാനമാർഗ സമ്പ്രദായത്തിലാണ്. സ്വാമി അങ്ങനെയായിരുന്നു. സ്വാമി ജ്ഞാനമാർഗമായി അവലംബിച്ച് ജീവിച്ച ഒരാളാണ്. എത്രയോ പുസ്തകങ്ങൾ എഴുതിയേക്കുന്നു. സ്വാമിയുടെ ശിഷ്യനെ അന്വേഷിച്ച് ജർമ്മനിയിൽ നിന്ന് ഒരാൾക്കാർ ഈ പറയുന്ന കരുതാപ്പള്ളി വന്നിട്ടുണ്ട്. ഒരു സാഹിബ് അന്വേഷിച്ച് നടക്കുക, നീലകണ്ഠ തീർത്ഥസ്വാമിയുടെ സമാധി എവിടെയാണെന്ന് ചോദിച്ചു. അങ്ങനെ ഒരാളെ കൊണ്ട് കാണിച്ചെടുത്തപ്പോൾ ആരുമില്ല. അവിടെ 5 ഏക്കർ സ്ഥലമുണ്ട്. ഒരു സമാധി പൂജിക്കുന്ന ആൾ വേറെ ആരുമില്ല. ജർമ്മനിയിൽ നിന്ന്, കാരണം പുള്ളിയുടെ പുസ്തകം പഠിപ്പിക്കുക. നീലകണ്ഠ തീർത്ഥസ്വാമിയുടെ പുസ്തകം ജർമ്മനി പഠിപ്പിക്കാമെന്ന് ആലോചിക്കണം. അത്ര പ്രഗത്ഭനായ സ്വാമികൾ ഇന്നും ആരും അറിയാതെ. ഞങ്ങൾക്കാർക്കും സ്വാമിയെ വിൽക്കാനുള്ള ഉദ്ദേശമില്ല കേട്ടോ, ഉള്ള കാര്യം പറഞ്ഞല്ലോ. ഞങ്ങളാരും ചട്ടമ്പി സ്വാമി വിറ്റിച്ച് ഇന്ന് വരെ ഈ വസ്ത്രം 1 രൂപയ്ക്ക് പോലും ഞാൻ വിറ്റിട്ടില്ല. എത്രയോ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. ഇന്ന് വരെ സ്വാമിയെ ഞാൻ ഒരു വിവാഹത്തിലും വലിച്ചടിക്കാറില്ല. എന്തോ അതിനൊക്കെ വിത്ത് എവിഡൻസ് ഉണ്ട്. നിങ്ങൾ ആവശ്യപ്പെട്ടാൽ ഞാൻ കാണിച്ചാൽ. ഇവ എൻ്റെ കയ്യിലില്ല, ഞാൻ നിങ്ങൾക്ക് തരാം. എൻ്റെ വാട്സപ്പ് നമ്പർ തരാം. അതെ, അദ്ദേഹമാണ് സത്യം പറഞ്ഞാൽ ഒത്തിരി കാര്യം. അതൊക്കെ ഞാൻ വിശദീകരിച്ചിട്ടുണ്ട്. ഞാൻ കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിയെ ഞാനിത് പേഴ്സണലായിട്ട് വിളിക്കുന്നതാണ്. ഇന്നും ട്രസ്റ്റ് ഇത് പറയാൻ തയ്യാറല്ല. കാരണം അവർക്കൊന്നും ഇത് ഇങ്ങനെ ഈ ആശ്രമത്തിൻ്റെ പേര് മോശമാക്കാനോ പ്രസിഡന്റിനെ മോശമാക്കാനൊന്നും ഉദ്ദേശമില്ല. എനിക്കും ഉദ്ദേശമില്ല. പക്ഷേ കാര്യങ്ങൾ ജനങ്ങൾ അറിയണ്ടേ. ഇവരാണ് എല്ലായിടത്തും പരസ്യം നടത്തുക. സകല സ്ഥലത്തും ബുദ്ധിജീവികൾ എല്ലാം അറിയിക്കുകയാണ്. സെക്രട്ടറിയെ സസ്പെൻഡ് ചെയ്തു.
എന്നിട്ട് ഇവരൊരു 55 പേരെ ട്രസ്റ്റ് ഉണ്ടാക്കിയ കുമ്പളത്ത് കുടുംബക്കാർ മാത്രം. അതിപ്പോൾ എടുക്കാനുള്ള പരിപാടി അത് നടക്കില്ല. നിങ്ങൾക്കൊക്കെ സാമാന്യമായിട്ട് തന്നെ അറിയാം. എൻ്റെ ജീവൻ പോയാലും ആശ്രമം എങ്ങനെയാണോ കുമ്പളത്ത് ശങ്കുള്ള ഡിസൈൻ ചെയ്ത് ട്രസ്റ്റ് ഉണ്ടാക്കി അതനുസരിച്ച് നടക്കും. അല്ല ഇവിടെ കുടുംബത്തിൽ അവിടെ നടക്കില്ല. എൻ്റെ ജീവൻ പോയാലും ഞാനതിന് സമ്മതിക്കില്ല. പറഞ്ഞു. അതെ, 100%. അതെ അതെ. പക്ഷേ അതൊക്കെ അതിനകത്തൊന്നും നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഇന്ന് വരെ എനിക്കെതിരെ ഒരു തെളിവ് പോലീസുകാരുടെ കയ്യിലില്ല. ഈ നിമിഷം വരെ. ഈ മാർച്ച് 18 തീർന്നു, ഒരു കേസും ഇല്ല, ഒരു തെളിവുമില്ല. ആ കുട്ടിയുടെ കേസും കഴിഞ്ഞ ജൂലൈ 29-ാം തീയതി കാശിത് കളഞ്ഞു. ഞാൻ തന്നെയാണ് അതിനിടപെട്ടത്. ആ കുട്ടിക്കെതിരെ കേസെടുത്തിരുന്നു, അതും കളഞ്ഞു. അതുവരെ ഞാൻ ഒരക്ഷരം ആരോടും മിണ്ടിയിട്ടുമില്ല. ഞാൻ വിവാദമൊന്നും ഉണ്ടാക്കാൻ ശാന്തമായിരിക്കുകയാണ്. ഇത് എൻ്റെ ആഗ്രഹപ്രകാരമാണ്. ജനങ്ങളും നാട്ടുകാരും കൂടെ എന്നോട് പറയുക, അവർക്കറിയാം എന്തെങ്കിലും ചെയ്യണമെങ്കിൽ എന്നെക്കൊണ്ടേ പറ്റുള്ളൂ. വയസ്സായി, ഞാൻ ഈ ശരീരം വിടാൻ തയ്യാറെടുത്തിരിക്കുന്ന ആളാണ്. അതൊക്കെ മാധ്യമങ്ങൾ തന്നെ. ഇപ്പം നമുക്കറിയാം, ഏഷ്യാനിലെ ബിനുവാണ് ആദ്യം വളരെ ഉള്ള ആരും പറയുന്ന ആളാണ്. എല്ലാം അറിഞ്ഞിട്ടല്ലോ പറയുന്നത്. അത് കഴിഞ്ഞിട്ട് ആ ബിനു തന്നെ എന്നെ വിളിച്ച് 2022 ഫെബ്രുവരി മാസം 21-ാം തീയതി, അന്ന് നമ്മുടെ KPC ലളിത ശരീരം വിട്ട ദിവസമായിട്ട് പോലും എന്നെ വിളിച്ച് വരണമെന്ന് പറഞ്ഞു. അന്ന് സർക്കാർ കൊടുത്തു, ഞാൻ നിരപരാധി. അന്ന് കോടതിയിൽ സത്യവാങ്മൂലം ബിനു തന്നെ എന്നെ എഴുതിക്കൊണ്ട് പറഞ്ഞു ഞാൻ നിരപരാധിയാണ്. പക്ഷേ ഞാൻ ആർക്കെതിരെയും, ഒരു മാധ്യമപ്രവർത്തകനെയും ഒരു പോലീസുകാർക്കെതിരെ ഞാനൊരു പരാതി കൊടുക്കുകയോ പ്രതികരിക്കുകയോ ചെയ്തിട്ട് ഞാൻ മാറിപ്പോവുള്ളൂ. അപ്പം നിങ്ങൾ ഈ സത്യം ജനങ്ങളെ അറിയിക്കണം. നമ്മൾ ഈ കുമ്പളം കുടുംബക്കാർക്ക് എതിരല്ല ഞാൻ. പക്ഷേ പന്മന ആശ്രമം എന്ന് പറയുന്നത് അതൊരു കുടുംബത്തിൻ്റെ വകയല്ല, അത് സമൂഹത്തിൻ്റെ വകയാണ്. ഇവിടെയുള്ള ഓരോ മനുഷ്യരുടെയും വകയാണ്. അവിടെ വേറെ ആർക്കും അധികാരമില്ല, പൊതുയോഗത്തിനാണ് അധികാരം. ആർക്കും അവിടെ വരാം, തൊഴാം, താമസിക്കാനുള്ള സംവിധാനം ചെയ്തു കൊടുക്കും. നമ്മൾ ഉള്ള ഇപ്പം പറ്റില്ല. ഇപ്പോൾ അദ്ദേഹം പറഞ്ഞാലും അവിടെ താമസിപ്പിക്കുന്നു. ഞങ്ങളെ പോലും ഒന്ന് ആലോചിച്ച് അതായത് പൊതുയോഗത്തിൽ നിന്ന് എന്നോട് പോലീസുകാർ പറയുകയാണ് കയറാൻ പറ്റും. ഒന്ന് ആലോചിച്ച് നോക്കണം. ഒരു ഓർഡർ ഇല്ലാതെയാണ്. ഞാൻ പിന്നെ ഈ ചട്ടമ്പി ഒരു അഹിംസാവാദിയാണ്. അതിനകത്ത് കയറി പ്രശ്നം ഉണ്ടാക്കില്ല. ഇനി എന്ത് വിഷയങ്ങളും ഉണ്ടാക്കില്ല. അത് കാരണം ഞാൻ ശാന്തമായിട്ട് അതിനെ നേരിടുകയും അന്ന് അതിന് കാരണം ഈ പ്രേമേന്ദ്രൻ എന്ന് പറയുന്ന നമ്മുടെ MP അദ്ദേഹവും നമ്മുടെ ഷിബു ബേബി ജോൺ എന്ന് പറയുന്ന മന്ത്രി അദ്ദേഹവും പറഞ്ഞ് കയറരുത്, പ്രശ്നം ഉണ്ടാക്കരുത്, ഒരു ദിവസം ക്ഷമിക്കണമെന്ന് പറഞ്ഞ കാരണം മാത്രം അടങ്ങിയിരുന്ന. അല്ല ഞാൻ കയറും. ഞാൻ ഒരു 10-15 പേര് വന്നത് ഇപ്പോഴും എന്നെ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ചിലപ്പോൾ നടക്കുമായിരിക്കും. എന്നെക്കാളും മിടുക്കന്മാർ ഒത്തിരി ഉണ്ടല്ലോ. പെട്ടെന്നൊന്നും എന്നെ നിൽക്കാൻ പറ്റത്തില്ല. പോലീസൊന്നും എനിക്കൊരു പ്രശ്നമില്ല. വെടിയിട്ട് വന്നോട്ടെ, അല്ല അറസ്റ്റ് ചെയ്തോട്ടെ, ഒരു വിരോധമില്ല. ഒരു പ്രാവശ്യം അറസ്റ്റ് ചെയ്ത് അനുഭവിച്ചുകൊണ്ടിരിക്കും ഇപ്പോൾ എല്ലാവരും. അപ്പം അത് കാരണം ഈ സത്യം, ഈ പന്മന ആശ്രമം എന്ന് പറയുന്നത് ഈ ലോകത്തുള്ള സകല ഹിന്ദുക്കളുടെ വകയാണെന്ന് നിങ്ങളെല്ലാവരും പറയണം. എന്നെക്കുറിച്ചൊന്നും പറയണ്ട. അല്ലാതെ ഇതൊരു കുടുംബത്തിൻ്റെ വകയോ ഏതെങ്കിലും സംഘടനയുടെ വകയോ ഒന്നുമല്ല. ആർക്കും അവിടെ ഇപ്പോൾ മതപരമായൊരു സാധനമില്ല. എത്രയോ മുസ്ലിങ്ങൾ അവിടെ ഒന്ന് കാശ് കൊടുത്തിട്ട് പോകുന്നു. അവിടെ ഒരു പച്ചക്കറി കടക്കാരുണ്ട്, ഹോൾസെയില്. അദ്ദേഹം സമാധിക്ക് നമ്മൾ എന്തും മേടിച്ചാലും ഒരു വിഷയം മേടിക്കില്ല. കാരണം അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് പന്മന ആശ്രമത്തിലുള്ളത്. എൻ്റെ സുഹൃത്തുക്കൾ പലരും മക്കളെ അവിടെ എഴുത്തിനിരിക്കാമെന്നല്ല മുസ്ലിങ്ങൾ. അവർക്കൊക്കെ അത് ആ സ്ഥാനം, അല്ലാതെ ഒരു വലിയൊരു ആരാധനാലയം അങ്ങനെയൊന്നുമല്ല. അവിടെ അറിവിൻ്റെ കേന്ദ്രമാണ്. അറിവ് സാർവലൗകികമാണ്. അറിവ് ഏതെങ്കിലും മതത്തിൻ്റെ അല്ല, മതാതീതമായ ആധ്യാത്മികയാണ് നമ്മുടെ ഗുരുക്കന്മാർ പറഞ്ഞിട്ടുള്ളൂ. ഈ സ്വാമികൾ, ചട്ടമ്പി സ്വാമികൾ സ്വന്തം പേരിൽ ഒരൊറ്റ ആശ്രമം സ്ഥാപിച്ചിട്ടില്ലെന്ന് ആലോചിക്കണം. അദ്ദേഹം ജനങ്ങളുടെ കൂടെയായിരുന്നു. പിന്നെ അദ്ദേഹം സംസാരിക്കുന്ന ഇടപെടി നിന്ന് വിവരമുള്ളവരോടായിരിക്കും. ഇപ്പം അല്ലാത്ത ആൾക്കാർ ചെന്നിട്ട് കാര്യമില്ലല്ലോ, ഒളിച്ചായിരിക്കത്തുള്ളൂ. സിനിമയോടും താമസിക്കില്ല. അത് അദ്ദേഹത്തിൻ്റെ സ്വഭാവമാണ്. പക്ഷെ അദ്ദേഹം എഴുതിയ ഗ്രന്ഥങ്ങളും പകർന്നെന്നറിയും. വേദാധികാര നിരൂപണം എന്നുള്ള ഒറ്റ പുസ്തകം മതി ചട്ടമ്പി സ്വാമി അറിയാൻ. വേദാധികാര നിരൂപണത്തിൽ എന്താ പറയുക നിങ്ങൾ ആലോചിച്ച് നോക്കണം. അന്ന് സകല അധികാരങ്ങളും കേന്ദ്രീകരിച്ചിരുന്ന അധികാര കേന്ദ്രങ്ങളെ വെല്ലുവിളിച്ചാണ് എഴുതിയത്. സ്വാമിയെ കൊന്നു കളയുന്ന ഭാഗ്യം എന്ന് പറയാനുള്ളൂ. ക്രിസ്തുമത നിരൂപണം എഴുതി, ക്രിസ്തുമത ഛേദനമല്ല, നിരൂപണം എഴുതി. അന്ന് തിരുവിതാംകൂർ രാജാവ് ഭരിക്കുന്നെങ്കിലും ബ്രിട്ടീഷുകാരുടെ അടിമയാണ്. അവർ പറയുന്നതിനപ്പുറത്തോട്ട് ചെയ്യാൻ പറ്റില്ല പല കാര്യങ്ങളും. എന്നിട്ടും സ്വാമി ധൈര്യമായിട്ട് എഴുതി. കാരണം അന്ന് അനീതിക്കെതിരെ അയ്യങ്കാളി, ചട്ടമ്പി സ്വാമികൾ, ശ്രീനാരായണ ഗുരുദേവന്, ഇവരൊക്കെ പ്രവർത്തിച്ച ആർക്ക് വേണ്ടിയാണ്? സഹോദരൻ അയ്യപ്പന്. അവരൊക്കെ ജാതിക്ക് വേണ്ടിയല്ല പ്രവർത്തിച്ചത്,
അവരൊക്കെ പ്രവർത്തിച്ച് സമൂഹത്തിൽ മനുഷ്യനായിട്ട് കാണാം മനുഷ്യരെ, ഇവരെല്ലാവരും. അപ്പം അങ്ങനെയുള്ള ആ സ്വാമികളുടെ സമാധിസ്ഥാനം അത് സമൂഹത്തിൻ്റെ ആയിരിക്കണം, പ്രപഞ്ചത്തിൻ്റെ ആയിരിക്കണം, എല്ലാവർക്കും അവകാശപ്പെടും. ഇതാണ് ഞങ്ങളുടെ നിലപാട്. അവിടെ ഏതെങ്കിലും കുടുംബത്തിനോ സംഘടനകൾക്കോ ഒന്നും ഒരു സ്ഥാനമില്ല. ഇത് നിങ്ങൾ ജനങ്ങളോട് പറയണം, വേറൊന്നും പറയണ്ട, മറ്റു കാര്യങ്ങളൊന്നും പറയണ്ട. ഈ ചട്ടമ്പി സ്വാമികളുടെ സമാധി സ്ഥാനം ജനങ്ങളുടെയാണ്. സകലമാന ഹിന്ദു എന്നുള്ള അർത്ഥത്തെ ഇപ്പോൾ ഒത്തിരി തെറ്റിദ്ധരിക്കുന്നുണ്ട്. അന്ന് അത്തരം പ്രശ്നമില്ല. ഇദ്ദേഹം എഴുതുമ്പോൾ അത്തരം പ്രശ്നം അങ്ങനെ സകലമാന ഹിന്ദു അല്ലെങ്കിൽ സകലമാന ഭാരതീയർക്ക് നിങ്ങൾ എഴുതിയാലേ ഈ കുമ്പട സിംഹപ്പിള്ള, കാരണം അദ്ദേഹത്തിന് ജാതി മതമൊന്നുള്ള ആളില്ല. അപ്പോൾ ഇതൊക്കെ നിങ്ങളൊന്ന് ജനങ്ങളെ അറിയിക്കണം. ഇതാണ് എൻ്റെ വളരെ, അതിൽ ഞാൻ പറയുന്നതിനകത്ത് സത്യം ഉണ്ടെങ്കിൽ മാത്രമേ, ഞാൻ ആ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എൻ്റെ ഫോൺ നമ്പർ ഞാൻ നോട്ടീസിൽ വെച്ചിട്ടുണ്ട്. ഈ പുസ്തകത്തിനും ഈ നോട്ടീസിനും പൂർണ്ണമായും ഞാൻ മാത്രം ഉത്തരവാദി, ട്രസ്റ്റ് ഉത്തരവാദിയല്ല. അത് സത്യമാണ്. അവരുടെ അറിവോടുകൂടിയാണ് ചെയ്തേക്കുന്നത്. സമ്മതം ഞാൻ ആരോടും ചോദിക്കാറില്ല. ഞാൻ സാധാരണ പറയാറുള്ള ആജ്ഞകൾ സ്വീകരിക്കാറില്ല, അഭിപ്രായം ആകാമെന്ന് ഞാൻ പറയാറുള്ളൂ. ഞങ്ങൾ ചട്ടമ്പി സ്വാമിയുടെ ഗുരുക്കന്മാരുടെ ആജ്ഞകളല്ലാതെ ഞാൻ വേറെ ആരും ശ്രദ്ധിക്കാറേയില്ല. അപ്പം നിങ്ങൾ ദയവായി ഈ നല്ല കാര്യങ്ങൾ, ഞാൻ പറഞ്ഞ ഈ നല്ല കാര്യങ്ങൾ എഡിറ്റ് ചെയ്തോളൂ, അത് ജനങ്ങൾ എത്തിക്കണം. എൻ്റെ സ്വകാര്യമായി എന്തെങ്കിലും മോശമുണ്ടെങ്കിൽ നിങ്ങൾ കളഞ്ഞു. എന്തെങ്കിലും എൻ്റെ വായിൽ നിന്ന് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞത് സത്യമാണ്. എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ വേണമെങ്കിൽ ഞാൻ തയ്യാറാണ്. അധികം സമയം ദീർഘിപ്പിക്കുന്നില്ല. എൻ്റെ ഉദ്ദേശശുദ്ധി മനസ്സിലാക്കി നിങ്ങളിത് ജനങ്ങളിൽ എത്തിക്കണം. നിങ്ങളാണ് ജനങ്ങളിൽ അറിവുകൾ കൊണ്ട് കൊടുക്കുന്നത്. അതിന് നിങ്ങൾ തയ്യാറാകണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വാക്കുകൾ അവസാനിക്കുന്നു. ഒരു കാര്യങ്ങളും പറയാം. ഇദ്ദേഹം സ്വരൂപാനന്ദാശ്രമത്തിലെ ഇപ്പോഴത്തെ അവശേഷിക്കുന്നൊരു സന്യാസിയാണ്. മഠാധിപതി വയസ്സായ അവശതായി കിടക്കുക, 96 വയസ്സായി. അവിടെയും ചില പ്രശ്നങ്ങളുണ്ട്. അതിപ്പോൾ ഇതിൻ്റെ കൂടെ പറയുന്നില്ല, അത് നിങ്ങളെ അറിയിക്കും. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ, എന്തെങ്കിലും വാക്ക് അറിയാതെയോ അബദ്ധത്തിലോ അനാവശ്യമായിട്ട് വന്ന് ക്ഷമിക്കണം. നല്ല വാക്കുകൾ ജനങ്ങളിൽ എത്തിക്കണം. ഈ വിവരം ഞങ്ങൾ നിങ്ങൾ അറിയിക്കണം, അത് നിങ്ങളുടെ ബാധ്യതയാണ്. ഇത്രയും പറഞ്ഞ